ഈ മൃതദേഹം പൂർണ്ണമായി തന്നെ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ ഈ മൃതദേഹം പൂർണ്ണമായി അഴുകിയ ഒരു അവസ്ഥയിലല്ല. പക്ഷേ ഏകദേശം ഒരാഴ്ചയോളം പിന്നിടുന്നു. ഇന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപൻ സ്വാമി മരണപ്പെടുന്നത്. ഇന്ന് ഒരാഴ്ചയോളം പിന്നിടുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടുണ്ടാകേണ്ട കാലപ്പഴക്കമൊക്കെ തന്നെ മൃതദേഹത്തിനുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് നാട്ടുകാരൊക്കെ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ആദ്യ ദിവസം മുതൽ ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ പരാതിക്കാരിൽ കൂടിയാണ് നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഗോപൻ സ്വാമി ഈ കല്ലറയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമുക്കിന്ന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അയാൾ മകൻ പറഞ്ഞതുപോലെ ജീവനോടെയാണോ വന്നിരുന്നതോ അല്ലയോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ബാക്കിയുള്ളത് ഒരാൾ മരിക്കുമ്പോൾ സ്ലാബിട്ട് മൂടണോ, കുളത്തിൽ തക്കണോ, കുഴിച്ചു മൂടണോ എന്നുള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ അത് മരിച്ചതിന് ശേഷമാണോ ജീവനോടെയാണോ എന്നുള്ളത് മാത്രം ജനങ്ങൾക്കറിയുക. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ളവരാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഗോപൻ സ്വാമിയെ കാണുന്നവരാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കിടപ്പിലെന്നാണ് പറയുന്നത്. 1 വർഷമായിട്ട് 6 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും കിടപ്പിലെന്നാണ് പറയുന്നത്. കണ്ണിന് കാഴ്ചക്കുറവ് അല്ലേ? കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഗോപൻ സ്വാമി തനിയെ നടന്ന് ഈ കുടുംബം പറയുന്ന പോലെ ഇവിടെ വന്നിരുന്ന ഈ സമാധി ആയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരിക്കലും നേരത്തെ പറഞ്ഞു, അതായത് കുടുംബം പറയുന്ന കാര്യമുണ്ട്, ഈ നാട്ടുകാർ പറയുന്ന കാര്യം ഗോപൻ സ്വാമി കഴിഞ്ഞ കുറേ വർഷക്കാലമായി വീട്ടിൽ കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് അറിവ്. ഇപ്പോൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്രയ്ക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ ഇപ്പോൾ ഈ ഇടക്കാലത്ത് ഗോപൻ സ്വാമി കണ്ടിരുന്നു? ഇല്ല. മുൻപ് അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചോ അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നോ അങ്ങനെ ആരെങ്കിലും ആണോ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ പരിചയം? ഞാൻ എൻ്റെ ജോലി മരം മുറിക്കാനൊക്കെ കൂടെ അങ്ങനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ കണക്കെ ഇല്ല. മൂർത്തി, അത് തന്നെയാണ്. ഈ നാട്ടുകാരൊക്കെ തന്നെ വളരെ അധികം വർഷങ്ങളായി ഗോപൻ സ്വാമി നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഗോപൻ സ്വാമി ഈ വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പുറത്തേക്കൊന്നും തന്നെ ഒറ്റയ്ക്ക് നടന്നു വരാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഈ മരണ ദിവസം പോലും രാവിലെ ഒരു അടുത്ത ബന്ധു വന്ന് വീട്ടിൽ കണ്ടിരുന്നു. ആ സമയത്തും അദ്ദേഹം ഗുരുതരാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു ആൾ എങ്ങനെയാണ് ഈ കുടുംബം പറയുന്നത് പോലെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഈ സമാധി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു സംശയം.